ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. തൃത്താല MLA ഓഫീസ് വീണ്ടും പ്രവർത്തന നിരതമാവുന്നു. നവീകരിച്ച ഓഫീസ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. തൃത്താല MLA ഓഫീസ് വീണ്ടും പ്രവർത്തന നിരതമാവുകയാണ്. നവീകരിച്ച ഓഫീസ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. VT ബൽറാം MLA അധ്യക്ഷത വഹിച്ചു. ജനകീയ പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതാണ് UDF സർക്കാരിന്റെ നയമെന്നും അതിനനുസൃതമായ നയപരിപാടികൾ ബജറ്റിൽ കാണുന്നുണ്ടെന്നും ആയതിന്റെ പ്രവർത്തനങ്ങൾക്ക് തൃത്താലയിലെ MLA ഓഫീസ് ഉപകരിക്കട്ടെയെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മന്ത്രി KA തുളസി അഭിപ്രായപ്പെട്ടു. നിയമസഭയ്ക്കകത്തും പുറത്തും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ മണ്ഡലം ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ആളുകളാണ്. ഇനി വരാൻ പോകുന്ന 5 വർഷം ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനായി ഈ ഓഫീസിൽ ഇരുന്നുകൊണ്ട് മണ്ഡലത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിലെ പൊതുവായ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ MLAക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് എനിക്കിപ്പോൾ നേരാനുള്ളത്. പിന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും MLA പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് തൃത്താലയിലെ ജനങ്ങൾക്ക് നമ്മുടെ വകുപ്പിൻ്റെ കൂടി സേവനം എത്തിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അതിൽ നിലകൊള്ളും എന്നുള്ളത് കൂടി MLA അറിയിക്കുന്നു. നമ്മുടെ മുന്നണിയുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ബാലേന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്, MLAയുടെ കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അതുപോലെ ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അതാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ദൗത്യം സാധാരണക്കാരിലേക്ക് നീതി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഓഫീസായിരിക്കും. 2021 വരെ VT ബൽറാമിന്റെ MLA ഓഫീസായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഈ കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പൊതുകാര്യങ്ങൾക്കുള്ള ഓഫീസായി നിലനിർത്തുകയായിരുന്നു. ആ ഓഫീസാണ് നവീകരണത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും MLA ഓഫീസായി മാറിയിരിക്കുന്നത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, PEA സലാം, SMK തങ്ങൾ, TK സുനിൽകുമാർ, P ഇന്ദിരാദേവി, C സംഗീത, PV മുഹമ്മദ് അലി, P ബാലകൃഷ്ണൻ, K വിനോദ്, OK ഫാറൂഖ്, PM മുസ്തഫ തങ്ങൾ, റംല വീരാൻകുട്ടി, K ശശിരേഖ, നസീമ നാസർ, സെക്കീന അക്ബർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അല്ല ബാബു, ഇനിയിപ്പോ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങള്, പ്ലംബിംഗ് സാധനങ്ങള്, സാനിറ്ററീസ്, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ. ആണോ? നിങ്ങൾക്ക് വേണ്ട ഇലക്ട്രിക്കൽസ്, പ്ലംബിങ്സ്, സാനിറ്ററീസ്, ഹോം അപ്ലയൻസസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ആ ഷോപ്പിൽ നിന്ന് കിട്ടും. മോളെ എന്നാ പിന്നെ അങ്ങോട്ട് പോകണോ? നിങ്ങളെ പെരേന്റെ അളവിൽ നിങ്ങൾ പറയുന്ന ഡിസൈൻ നിങ്ങൾക്ക് വേണ്ട ഫർണിച്ചർ ഒരു കസ്റ്റമൈസ് ചെയ്ത് ആര്? മെൽക്കോ.